മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മൻ നദറ, ആരെങ്കിലും നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, അൻ യുതി അല്ലാഹ, അത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആളുകൾ പറയാറുണ്ട്, നേർച്ച അള്ളാഹ്ക്ക് തന്നെയല്ലേ കൊടുക്കാറുള്ളത്? അല്ല, ജാറത്തിങ്കൽ കിടക്കുന്ന അല്ലെങ്കിൽ മക്ബറയിൽ കിടക്കുന്ന ഷെയ്ഖിന്റെ പോരിശയ്ക്ക് വേണ്ടി നേർച്ച ചെയ്യുന്നവരുണ്ട്. ആ ഷെയ്ഖിന് ഇഷ്ടപ്പെട്ട അപ്പങ്ങൾ മാത്രം ആ ഷെയ്ഖിന്റെ മുൻപിൽ നേർച്ച കൊടുത്ത് ഷെയ്ഖിന്റെ കറാമത്ത് കൊണ്ട് രക്ഷ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ അതന്ന സ്ഥലത്തേക്കുള്ളതാണ്, ആ ആട് ഇന്ന ഷെയ്ഖിനുള്ളതാണ്, ആ അല്ലെങ്കിൽ പോത്ത് ഇന്ന ഷെയ്ഖിനുള്ളതാണ് എന്ന നേർച്ചയല്ല. മൻ നദറ, ആരെങ്കിലും നേർച്ച ചെയ്യുന്നത് അൻ യുതി അല്ലാഹ, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഫൽയുതിഹു, അവൻ അത് പൂർത്തീകരിക്കട്ടെ. റബ്ബിനല്ലാത്ത നേർച്ചകൾ ഒരാൾക്കും അല്ലാഹു തആല അനുവദിച്ചു നൽകിയിട്ടില്ല. നേർച്ചകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 ആളുകൾക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ 2-3 ദിവസം നോമ്പനുഷ്ഠിക്കണം. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നേർച്ചയുടെ സ്ഥിതിയെങ്കിൽ പോലും അത് കൊടുക്കേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. ആ കൊടുക്കേണ്ട സമയത്ത് പോലും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചരിത്ര കഥ തന്റെ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 2 ആളുകൾ ഒരു യാത്രയിലായിരുന്നു. ആ യാത്ര അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഗോത്രം മുറിച്ചു കടന്നു പോകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, ആ ഗോത്രക്കാരാവട്ടെ ബിംബ ആരാധകരായിരുന്നു. ആ ഗോത്രത്തിന്റെ അരികിലെത്തിയപ്പം ഇവർ പിടികൂടപ്പെട്ടു. 2 പേരും ആ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു. രാജാവിന്റെ കൽപ്പന, ഈ ബിംബത്തിന് വല്ല നേർച്ചയും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് യാത്ര എളുപ്പമാക്കാൻ സാധിക്കും. 2 പേരും പറഞ്ഞു, അള്ളാഹുവിനല്ലാതെ ഞങ്ങൾ നേർച്ച കൊടുക്കുകയില്ല. അവസാനം വീണ്ടും പരപ്രയാസങ്ങളും പരീക്ഷണങ്ങളും ശിക്ഷയും അവരെ ഏൽപ്പിച്ചു. കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു, എന്റെ കയ്യിൽ നേർച്ച കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാ. അവിടെയുള്ള ആളുകൾ തിരിച്ചോർമ്മപ്പെടുത്തി, ഈ പറന്നു നടക്കുന്ന ഈച്ചയിൽ ഒന്നിനെ പിടിച്ച് ആ ബിംബത്തിന്റെ മുൻപിലുള്ള കല്ലിൽ എറിഞ്ഞു കൊന്നാൽ മതി, അത് നേർച്ചയായി പരിഗണിക്കും. അത് കേട്ട സെക്കൻഡിൽ ആ മനുഷ്യൻ ഒരു ഈച്ചയെ പിടിച്ച് ആ കല്ലിന് വേണ്ടി എറിയുകയും ആ ഈച്ചയെ നേർച്ചയാക്കി കൊടുക്കുകയും ചെയ്തു. അവൻ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോ ആ ചരിത്രം പറഞ്ഞ തിരുദൂതൻ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തി, വഹുവ ഫിന്നാർ, അവൻ അള്ളാഹുവിന്റെ നരകത്തിലാ. 2ാമത്തെ വ്യക്തിയോട് അത് കൽപ്പിച്ചിട്ടും അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല. പലതവണ ഉപദ്രവിച്ചിട്ടും അദ്ദേഹം നേർച്ച കൊടുക്കാൻ തയ്യാറായില്ല. എന്റെ നേർച്ച എന്റെ റബ്ബിന് മാത്രമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ മനുഷ്യനെ അവർ വധിക്കുകയും ആ വധിച്ച ചരിത്രം പഠിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വഹുവ ഫിൽ ജന്ന, അവൻ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലാ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നേർച്ച. ഈ നേർച്ചയിൽ ആഘോഷങ്ങളില്ല. ഈ നേർച്ചയിൽ ഒരു കോഴിമുട്ടക്ക് 10 ലക്ഷം വിളിക്കുന്ന ലേലക്കുറികളില്ല. ഈ നേർച്ചയിൽ ഒരു ആടിനെ ഇന്ന ഷെയ്ഖിന് വേണ്ടിയിട്ട് ആരും തൊടാതെ അവിടെ എന്ത് വന്ന് തിന്നാലും അതിനെ തടയരുത് എന്ന നിബന്ധനകളില്ല. കാരണം നേർച്ച അള്ളാഹുവിനാണെങ്കിൽ അള്ളാഹു തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, ലയനാലല്ലാഹു ലഹൂമുഹാ വലാ ദിമാഉഹാ, അതിന്റെ രക്തമോ മാംസമോ എനിക്ക് വേണ്ടെന്നും കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ തഖ്വയാണ് നേർച്ചയിൽ പരിഗണിക്കപ്പെടുന്നതെന്നും സൃഷ്ടാവായ അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവ് പഠിപ്പിച്ച ഇസ്ലാമിന്റെ നേർച്ചയിൽ, ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ നേർച്ചയിൽ ഇത്യാദി അമ്പാരികളില്ല, ആഘോഷങ്ങളില്ല. ആ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയായ ആഘോഷമാ. ആ ആഘോഷത്തിന് ഇസ്ലാമിൽ യാതൊരുവിധ അടിസ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല.